സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാതെ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോ ഞങ്ങളുടെ പള്ളിയുടെ പെരുന്നാളിനോട് സംബന്ധിച്ചതും എടത്വ പള്ളിയിൽ പോയി ഒരു വീഡിയോ എടുത്തു നോക്കിയാണ്. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അത് അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഞാനടുത്ത് എനിക്ക് മാത്രമായിട്ട് സംഭവിച്ചൊരു കാര്യമാണെന്നുകൊണ്ട് ഞാൻ വിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് അത് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാലങ്ങളിൽ. അത് കാരണമാണ് ഈ വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേ ഞാൻ കഴിഞ്ഞ ജനുവരി 26 ഗരീബ് രഥ ഇങ്ങോട്ട് വന്നു, ബോംബെ നിന്ന് നാട്ടിലോട്ട്. ആ ഗരീബ് രഥ ബോംബെ നിന്ന് വിട്ടിട്ട് പനവേലി വരുമ്പോൾ തന്നെ അരമണിക്കൂർ ലേറ്റ്. ഓക്കെ, അതൊക്കെ സംഭവിക്കാം. അടുത്ത സ്റ്റോപ്പ് രത്നഗിരിയാണ്. ഇത്ര വളരെ ഇതുണ്ട്. അപ്പോഴത്തേനും ഇതൊക്കെ നേരത്തെ അവിടെ വരണ്ട. നേരത്തെ വന്നിട്ട് ബിഫോർ ടൈമിൽ വന്നാലും അവിടുന്ന് വിടത്തില്ല. എന്നാലും വരേണ്ട ഒരു ഇതുണ്ട്. ഇത് സൂപ്പർ ഫാസ്റ്റാണ് ഇത്. പക്ഷെങ്കിൽ അവിടെ വന്നപ്പോഴത്തേനും 3.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ആ വണ്ടി അവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ടത് മഡ്ഗാവ് വരുമ്പം ഏകദേശം ആ 3.5 മണിക്കൂർ 2.5 മണിക്കൂറായി. ആ 2.5 മണിക്കൂർ തുടർന്നുകൊണ്ട് മംഗലാപുരത്തെത്തുന്നു. അത് കേരളത്തിലോട്ട് കയറുമ്പോഴത്തേന് ആ സ്ഥിതി തുടരുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് അത് വീണ്ടും 3.5 മണിക്കൂറാകുന്നു. അങ്ങനെ 3.5 മണിക്കൂർ ലേറ്റായിട്ട് ഞാൻ തിരുവല്ലയിൽ ഇറങ്ങുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി ഇത് ഒരു ഇതിനു മുമ്പ് എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് സ്പെഷ്യൽ ട്രെയിനായാലായിരുന്നു ഇതിനു മുമ്പ് മാസത്തിൽ. അപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക. ആ സ്പെഷ്യൽ ട്രെയിൻ വന്നത് 4 മണിക്കൂർ ലേറ്റായിട്ടാണ്. ഓക്കെ, അത് പിന്നെ ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പം നമുക്ക് അവനെ പിടിച്ചിട്ടിട്ട് എല്ലായിടത്തും വരുത്തും. ഗരീബ് രഥനെ പോലുള്ളവരെയാണ് ഇത്ര ലേറ്റ് ആക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസത്തെ നേത്രാവതി വന്നു, 3 മണിക്കൂർ ലേറ്റ്. ഇന്നത്തെ നേത്രാവതി 3.5 മണിക്കൂർ ലേറ്റ്. ഈ അടുത്തിടയ്ക്കെല്ലാം ബോംബെ നിന്ന് വരുന്ന വണ്ടികളെല്ലാം 3.5 മണിക്കൂർ ലേറ്റായിട്ടാണ്. ബഹുമാനപ്പെട്ട അശ്വിനി കുമാർ വൈഷ്ണവിനോട് പറയുകയാണ്, ഒരിച്ചിരി ഈ ലേറ്റ് ആകുകയാണെങ്കിൽ നേരത്തെ ഇതൊന്ന് തീരുമാനിക്കുക. ഇത് റെയിനി സീസൺ വന്നു കഴിഞ്ഞാൽ തന്നെ 2 മണിക്കൂർ ലേറ്റ് ആ കറക്റ്റ് ടൈമിലെത്തിക്കും. ഇത് അതിനേക്കാട്ട് ലേറ്റായിട്ട് നമ്മളെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് അവിടെ ഇരുന്നിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നത്. നിങ്ങൾ നേരത്തെ പറയുക ഇത്ര സമയത്ത് വരത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ജയ് ഹിന്ദ്, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.